കൂടുതൽ വാർത്താറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ കേരളത്തിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ പുറത്തു വന്നിരുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി ഇന്ന് പുറത്തിറങ്ങും. കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിൽ അംഗത്വമെടുത്തതിന്റെ പിന്നാലെയാണ് കോൺഗ്രസ് അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ കേരളത്തിൽ പ്രഖ്യാപിച്ചത്. ഇന്നലെ വരെ തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സിറ്റിംഗ് MP-യായ പ്രതാപൻ തന്നെയാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ കോൺഗ്രസിന്റെ ഒരു അപ്രതീക്ഷിത നീക്കത്തിൽ പ്രതാപനെ പകരം കെ മുരളീധരനെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. അതോടെ MP സ്ഥാനത്ത് നിന്ന് വെറുമൊരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ സ്ഥാനത്തേക്ക് തള്ളി നീക്കപ്പെട്ടിരിക്കുന്നു പ്രതാപൻ. BJP പേടിയിലാണ് കോൺഗ്രസിന്റെ ഈ അപ്രതീക്ഷിത നീക്കമെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. ഒരു ലോക്സഭാ അംഗത്തിൽ നിന്ന് കേവലം വെറുമൊരു പാർട്ടി പ്രവർത്തകനായി മുരളീധരന് വേണ്ടി പ്രചാരണത്തിനിറങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോൾ പ്രതാപനുള്ളത്. അതിനിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരാനിരിക്കെ തൃശൂരിൽ മുരളീധരന് വേണ്ടി ചുവരെഴുതിയിരിക്കുകയാണ് സിറ്റിംഗ് MP പ്രതാപൻ. വടകര MP ആയിരുന്ന മുരളീധരൻ തൃശൂരിലേക്ക് മാറുമെന്ന് ഉറപ്പിച്ചതോടെയാണ് പാർട്ടി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ TN പ്രതാപൻ മുരളീധരന് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയത്. ഇത്തവണ മത്സരിക്കേണ്ടതില്ലെന്ന പാർട്ടി തീരുമാനം ഇരുകൈയോടെയും സ്വീകരിക്കുമെന്ന് പ്രതാപൻ വ്യക്തമാക്കുകയും ചെയ്തു. തൃശൂരിലെ സിറ്റിംഗ് MP-യായ പ്രതാപൻ വീണ്ടും മത്സരിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. പ്രതാപൻ തൃശൂരിൽ പ്രചാരണത്തിനിറങ്ങുകയും ചെയ്തിരുന്നു. 150ഓളം സ്ഥലങ്ങളിൽ പ്രതാപന് വേണ്ടി ചുവരെഴുത്തുകൾ നടത്തുകയും ആയിരക്കണക്കിന് പോസ്റ്ററുകൾ ഇറക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് സെൻട്രൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ നാടകീയ തീരുമാനമുണ്ടായിരിക്കുന്നത്. പ്രതാപന് വേണ്ടിയുള്ള ചുവരെഴുത്തുകൾ മായ്ക്കാൻ തൃശൂർ DCC പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വടകരയിൽ മുരളീധരന് പകരമായി ഷാഫി പറമ്പിൽ MLA മത്സരിക്കുമെന്നാണ് അറിയുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി ഇന്ന് പുറത്തിറങ്ങും. പ്രതാപനെ നിയമസഭയിലേക്ക് പരിഗണിക്കാമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉറപ്പു നൽകിയതായാണ് വിവരം. സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപായി കോൺഗ്രസ് നേതൃത്വം തന്നോട് ആശയവിനിമയം നടത്തിയിരുന്നതായി പ്രതാപൻ പറഞ്ഞു. കെ കരുണാകരന്റെ തട്ടകമായിരുന്ന തൃശൂരിൽ അദ്ദേഹത്തിന്റെ മകളിലൂടെ നേട്ടമുണ്ടാക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾക്ക് കെ മുരളീധരനിലൂടെ മറുപടി നൽകാനാണ് കോൺഗ്രസിന്റെ തയ്യാറെടുപ്പ്.